തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനും അവൻ എന്നോടൊപ്പം അത്താഴം കഴിക്കും. ഇന്ന് പകൽ ഹൃദയവാതിൽക്കൽ അവന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ, ആ ഹൃദയത്തിന്റെ വാതിൽ തമ്പുരാന് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവമേ, നിന്നോടൊപ്പം ഒരു സദ്യ കൂടുവാൻ, നിന്നോടൊപ്പം ഒരു ആഹ്ലാദകരമായ നിമിഷത്തിനായി ഇതാ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം തൊട്ട് നമുക്കൊരു കാര്യം കാണുവാൻ വേണ്ടി സാധിക്കും. യേശു ശിഷ്യന്മാരെ പറഞ്ഞ് അക്കരയ്ക്ക് വിടുന്നു. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയതിനു ശേഷം യേശുവോ തനിച്ച് ഒരു മലയുടെ മുകളിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് നീക്കുമ്പോൾ ഈ ശിഷ്യന്മാർ കടന്നു പോകുന്ന ആ തടാകത്തിന്റെ മറ്റൊരു കരയിൽ ഒരു മലയുടെ മുകളിലാണ് യേശു നിൽക്കുന്നത്. യേശു അവരെ പറഞ്ഞയച്ചു. ജീസസ് compelled them. Jesus asked them to go forward without him. യേശുവില്ലാതെ അവരോട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. യേശു നിർബന്ധിച്ചിട്ടാണ് ഇവർ ഈ കടലിൽ കൂടെ ഈ പടകിൽ യാത്ര തിരിക്കുന്നത്. അവർ കുറച്ചങ്ങോട്ട് ചെന്നപ്പം കാറ്റ് പ്രതികൂലമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തുഴയാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നത് അവർ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം. യേശു ആ പടകിലെല്ലേലും യേശു അങ്ങ് മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത് വിദൂരതകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ പാർക്കിൽ പോകാറില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ പാർക്കിൽ പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവരൊരു ഗെയിമിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ മാറി ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാച്ച് ഓവർ ചെയ്യുന്നത് പോലെ എൻ്റെ കർത്താവ് തന്നെ വിട്ടിട്ടും ആ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരുമോ? ആ 46-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അവൻ അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിൽ താൻ ഏകനായി കരയിലുമായിരുന്നു. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി അങ്ങ് മലയുടെ മുകളിലുമായിരുന്നു. നാം കടന്നു പോകുന്ന ചില സാഹചര്യത്തിന്റെ നടുവിലാകുമ്പോൾ കർത്താവ് അങ്ങ് മലമുകളിലാണെന്നൊരു തോന്നല് നമുക്കുണ്ടായേക്കാം. നാം നമ്മുടെ ഒരു പ്രതികൂലത്തിന്റെ ഏറ്റവും ഒത്ത നടുവിലായിരിക്കാം. നാം നമ്മുടെ പ്രശ്നത്തിന്റെ ഒത്ത നടുവിലായിരിക്കാം. അപ്പോൾ കർത്താവ് അല്പം വിദൂരതയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. അല്പം കർത്താവ് മാറിയായിരിക്കും തോന്നിയേക്കാം. പക്ഷെ 48-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. കാറ്റ് verse 48 next words. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ കണ്ടു എന്നൊന്ന് പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നാം ഒത്ത നടുവിലാണെങ്കിലും നമ്മുടെ അവസ്ഥ കാണുന്ന ഒരു തമ്പുരാൻ, അവൻ മാറി അല്ല കേട്ടോ, അവൻ ആ മലമുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അവസ്ഥ കാണുന്ന ഒരു കർത്താവ്. ഭാരങ്ങൾ ഏറുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, പ്രശ്നങ്ങൾ ഏറുമ്പോൾ എൻ്റെ പടകിൽ ഞാൻ ഏകനാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ അവസ്ഥ കാണുന്നുണ്ട്. നിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന ഒരു തമ്പുരാനാണ് നിന്നെ പറഞ്ഞയച്ചത്. നിന്നെ പറഞ്ഞു വിട്ട തമ്പുരാനാണെങ്കിൽ, നിന്നോട് പോകാൻ പറഞ്ഞ തമ്പുരാനാണെങ്കിൽ, അവൻ നീ ഒത്ത നടുവിലായിരിക്കുന്നത് കാണാതിരിക്കുന്ന ഒരു കർത്താവല്ല. അവൻ അങ്ങ് മലയുടെ മുകളിലാണെങ്കിലും he watch over you. ഇന്ന് പകൽ ആരും കാണാത്ത നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടിട്ട്, പ്രശ്ന സങ്കീർണമാകുന്ന ജീവിതത്തെ കണ്ടിട്ട് അതിന്റെ നടുവിലേക്ക് വരുന്ന ഒരു കർത്താവുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെ പറയുകയാണ്, വൻ തിരകൾ ഏറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്ന് തോന്നുമ്പം ചാരട്ടുന്ന ഓതുന്ന പ്രിയന്റെ സ്വരം ഞാൻ കേൾക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, കർത്താവേ ഞാൻ ഒറ്റയ്ക്കായി പോയെന്നൊരവസ്ഥ എനിക്ക് അനുഭവിക്കപ്പെടുന്നുണ്ട്. ആകപ്പാട് പ്രതികൂലമായ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ആ ഇമ്പമേറിയ നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ എന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്റെ സാന്നിധ്യം എന്റെ പടകിലേക്ക് വരണമേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രിസ്തുവിന്റെ പ്രവൃത്തി അവർ കാണുകയാണ്. കടലിന്റെ മുകളിൽ കൂടെ അവൻ അവർക്ക് വേണ്ടി നടന്നു വന്നതുപോലെ അസാധ്യമായ രീതിയിൽ ഇതുവരെ
വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ ഇന്ന് പകൽ നീ ഏകനായതും നീ ഒറ്റപ്പെട്ടതും ഈ പ്രതികൂലത്തെ കണ്ടതും ഈ കാറ്റിനെ കണ്ടതും ഈ പ്രശ്നത്തെ കണ്ടതും ഇതുവരെ കാണാത്ത ഒരു തമ്പുരാന്റെ പ്രവൃത്തി കാണാൻ വേണ്ടിയാണ്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനത്തിന് ഇരടികൾ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. കർത്താവിന്റെ പടകിലേക്ക് ഇതിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആകെപ്പാട് പ്രതികൂലപ്പെട്ട ഒരവസ്ഥയിലാണ്, ഞാൻ ഏകനായ ഒരവസ്ഥയിലാണ്. പക്ഷേ താങ്ക് യു ലോർഡ്, നീ എന്നെ കാണുന്നതിനായി നന്ദി കർത്താവേ, നീ എന്നെ ദർശിക്കുന്നതിനായി നന്ദി കർത്താവേ. എന്റെ പടകിലേക്ക് നീ കടന്നു വരണമേ. ചേരിൽ നിന്നും ഉയർത്തി
അല്പനാൾ കൂടി ക്ലേശങ്ങൾ സഹിക്കാം, കാലങ്ങൾ തീരാറാ. ഉയർപ്പിൻ സുപ്രഭാതം വരും. കാണും ഞാൻ പ്രിയനേ അല്പനാൾ കൂടി, അല്പനാൾ കൂടി ക്ലേശങ്ങൾ സഹിക്കാം, കാലങ്ങൾ തീരാറാ. ഉയർപ്പിൻ സുപ്രഭാതം വരും. പ്രിയരെ, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറയാം. ഞാൻ കുറെ നാളായിട്ട് പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിൻ്റെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡേൺ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ കുറേ ഒരു ബ്രാഞ്ചസ് ഉണ്ട്, ഏരിയാസ് ഉണ്ട്. അവിടെ ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായ കുറേ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. മെക്സിക്കൻസിന് ഒരു ടോക്കിംഗ് ഡോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സോ ദേ ബിലീവ് ദാറ്റ് അവരൊരു ഡോഗിനെ ഒരു ഡോളിനെ ഒരു കമ്പയിൽ ഇങ്ങനെ ഈ ത്രെഡൊക്കെ ചുറ്റി ഒരു ഡോൾ പോലെ ഉണ്ടാക്കിയിട്ട് അവരവരുടെ ബെഡിൻ്റെ സൈഡിൽ വെക്കും. വെൻ ദേ ഹാവ് സംതിങ് ടു ഷെയർ വിത്ത് സമ്മൺ അവർ ആ ഡോളിനെ എടുത്തിട്ട് ആ ടോക്കിംഗ് ഡോളിനോട് ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ ഓരോ കൾച്ചറിലും അവരുടേതായ ട്രഡീഷണൽ വേസ് ഒക്കെ ഉണ്ട്. സ്ട്രെസ് റിലീഫിനുള്ള കുറേ മെത്തേഡ്സ് ആണ്. ഇതൊന്നും അറിയാത്ത 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ബൈബിളൊക്കെ അത്യാവശ്യം വായിക്കുന്ന ഒരു വെല്ലുമയുണ്ടായിരുന്നു. എൻ്റെ വെല്ലുമയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഭാരമൊക്കെ വരുമ്പം എൻ്റെ വെല്ലുമ്മ ആ മുറിയുടെ മൂലയിലേക്ക് പോയിരുന്നിട്ട് ഒരു ഡോളിനോട് സംസാരിക്കുന്ന പോലെ കർത്താവിനോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എൻ്റെ വെല്ലുമ്മച്ച് എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ, എല്ലാ പ്രയാസവും തീർന്നെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെയാണ്. ഈ മോഡേൺ സയൻസോ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഒന്നും അറിയാൻ മേലാത്ത, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വല്യമ്മ കണ്ടൊരു മെത്തേഡായിരുന്നു ഗോ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് pour her heart. അവന്റെ സന്നിധി കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റാത്ത ഒരു ഭാരവും ഇല്ല കേട്ടോ. If you are a true believer of God, you can't say that word that I'm stressed out. A heavy burden in my heart നിനക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നിന്റെ ഭാരം ഇറക്കി വെക്കാൻ പറ്റിയ ഒരു സാന്നിധ്യം ആ തമ്പുരാന്റെ സാന്നിധ്യമാ. ഏത് പ്രയാസം വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും, എത്ര ദുഃഖം വന്നാലും, എത്ര പ്രതികൂലം വന്നാലും, വരുവീൻ, വെക്കുക ഭാരം അവൻ പാദത്തിൽ നിന്ന് നിന്നെ ഡേ ആൻഡ് നൈറ്റ് ആഹ്വാനം ചെയ്യുന്ന ഒരു തമ്പുരാന്റെ സാന്നിധ്യം ഉള്ളപ്പോ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്കൊരു ഭാരം ഉണ്ടെന്ന്, എനിക്കൊരു പ്രയാസം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരുപക്ഷെ ഒരുപാട് പേര് നിന്നെ ആശ്വസിപ്പിച്ചേക്കാം, ഒരുപാട് പേര് നിന്നെ കംഫർട്ട് ചെയ്തേക്കാം, that you are probably getting from the gathering. പക്ഷെ അതൊന്നും നിന്റെ വിഷമത്തെ ആശ്വാസപ്പെടുത്താതെ കഴിയാതിരിക്കുമ്പോൾ ഹന്ന പറഞ്ഞു, I will run to the presence of God and I will pour my heart. പിന്നീട് അവൾ കരഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും ചില ദുഃഖങ്ങൾ പേരി കരയുന്നതിനോട് ഈ ശുശ്രൂഷയുടെ മധ്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, അങ്ങനെ ഒരു സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നീ ഉണ്ടാക്കിയെടുക്കണം, നിന്റെ ജോലിയിൽ നീ ഉണ്ടാക്കിയെടുക്കണം. ഒന്നുമില്ലെങ്കിലും ജോലി സ്ട്രെസ് വരുമ്പോ ആ വാഷ്റൂമിലേക്ക് ഓടിപ്പോയിട്ട് അതിന്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഒരു വീട്ടിൽ തമ്പുരാനോട് പറ, കർത്താവേ എനിക്കിത് വഹിക്കാൻ പറ്റുന്നില്ല, അവിടെ ഇറക്കി വെച്ചാൽ ഞാനൊരു കാര്യം പറയാ, നീ ഒരു റീബിൽഡ് ചെയ്തതുപോലെ, റീകൺസ്ട്രക്ട് ചെയ്ത പോലെ
മേഖലകളിലും. എത്ര പേർക്ക് ആ ഒരു സ്പേസ് ഉണ്ട് വീട്ടിൽ? എത്ര പേർക്ക് ആ ഒരു സ്പേസ് ഉണ്ട് ജോലിയിൽ? എത്ര പേർക്ക് ആ ഒരു സ്പേസ് ഉണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും? എത്ര പ്രയാസം വന്നാലും, എത്ര പ്രതികൂലം വന്നാലും സ്ട്രെസ് ഔട്ട് ആകാതെ, സ്ട്രെസ് ഔട്ട് ആകുവാൻ അനുവദിക്കാതെ ഓടിച്ചെന്ന് വീഴാൻ പറ്റുന്ന ഒരു തമ്പുരാന്റെ പാദവിടം. ഈ പാദവിടത്തിന്റെ മഹത്വം കണ്ടിട്ട് ഒരാൾ പാടി, എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷം ആ പുതുജീവിതം, സന്താപമേറും ഈ ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം, എന്താനന്ദം. ഒന്ന് കൈവർത്തി പറയാമോ? എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷം ആ പുതുജീവിതം, സന്താപമേറും ഈ ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം, എന്താനന്ദം. സ്വാതന്ത്ര്യം തരുന്ന, ശുഭം തരുന്ന എന്റെ കർത്താവിന്റെ സാന്നിധ്യം. കർത്താവേ, പ്രിയ ഹല്ലേലൂയ. മക്കളെ, what a privilege we have. It is not an alternative place. That's the only place where you can feel comfort. The feet of Jesus. കർത്താവേ, മറ്റൊന്നുമല്ല കർത്താവേ, മറ്റൊന്നുമില്ല കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രമാ. വെക്കുക നിന്റെ ഭാരം അവന്റെ പാദത്തിൽ. ഇന്ന് പകൽ സകല ഭാരങ്ങളും ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് വെക്കാമോ? ഈ ആരാധന ശേഷം കടന്നു പോകുന്ന ജനത പുത്തൻ ഉണർവോട് ഭാരം മാറിയതായി കടന്നു പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസമെന്ന ഈ പഴയ ഗാനത്തിന് ഈരടികൾ പ്രത്യാശയോടുകൂടെ, ഭാരങ്ങൾ ഇറക്കി വെച്ച ആത്മബലത്തോടുകൂടെ, ആത്മസന്തോഷത്തോടുകൂടെ സ്ഥലം മറന്ന് നമ്മുടെ കർത്താവിനെ ആരാധിച്ച് നമുക്കിന്ന് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം, സന്താപമേറും ഈ ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം, എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ഒന്നോ കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചകളിലത്രേ വന്നിടുന്നേ സുഖമന്താരത്തിൽ, ഇന്നു ഒന്നിനും മുട്ടില്ലാതെ വണ്ണം, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുന്നില്ലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ആരും വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു, കൂടെ വരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു, കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായി യേശുവിനുള്ളതാനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം.
ആരും സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാടും ഞാൻ യേശുവിന്റെ മാറിൽ. അവനെത്തും സഹായം അത്ഭുതമാം തൊട്ട് സുഖപ്പെടുത്തും. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്റെ സന്തോഷമാകുന്നു ജീവിതം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോകസ്നേഹത്തിനാൽ തീരുന്നതെന്തിനാ? ഓ കർത്തനാമേശു കൊടുത്തു നടന്നു നിത്യാനന്ദം. പ്രഭുവേന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. സന്താപമേറും വിനോദനാകിലും സാന്ത്വനപരം ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. യേശു മഹോന്നതനേ, യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. ആമേൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. ആമേൻ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. ആമേൻ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമനാഥിൽ. കഷ്ടതയേറെ സഹിച്ചവരും കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമനാഥിൽ. യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴുകിയുടെ 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴുകിയുടെ 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ, മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, ജീവികൾ പാടും വീട്. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, ജീവികൾ പാടും വീട്. ജീവജല
രോഗം വെക്കുന്ന മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. അവന്റെ മുഖത്തിന്റെ കഴുത്തിൽ അവന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് വരാമോ? അവന്റെ പാദപീഠത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. Run to the presence of the Lord. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ വരുന്നു. നിലയ്ക്കാത്ത ആത്മസാന്നിധ്യത്തിലേക്ക്, നിലയ്ക്കാത്ത ആത്മസാന്നിധ്യത്തിലേക്ക്, അസാധ്യമായ ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ, ജനത്തെ ഈ പകൽ കൈ നടത്തി പിടിച്ച് നടത്തണമേ. ദൈവകൃപയിലേക്ക് ദൈവമേ ജനത്തെ കൊണ്ടുപോകണമേ. നിന്റെ പ്രസൻസിലേക്ക് ദൈവാത്മാവേ നീ നടത്തണമേ. നീർത്തോടികൾ കാംക്ഷിക്കുന്ന ഒരു മാൻപേടയെ പോലെ, നീർത്തോടികൾ കാംക്ഷിക്കുന്ന ഒരു മാൻപേടയെ പോലെ, നീർത്തോടികൾ കാംക്ഷിക്കുന്ന ഒരു മാൻപേടയെ പോലെ അതിദാഹത്തോടെ ആ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാമോ? Your presence. അവനൊരു ജാലയായി അത് കത്തിയൊറ്റ ദിവസങ്ങളിൽ അവന്റെ മുള്ളും പുറക്കാരുന്നു. ഇന്ന് പകൽ സകലതയും കരിച്ചു കളയുവാൻ ആത്മാവിന്റെ ഒരു തീ ഒരുപക്ഷേ കാലങ്ങളായിട്ട് പഴക്കമുള്ളതായിരിക്കാം. It's been a few days for Lord. അവളുടെ ശരീരസ്ഥിതി 18 വർഷമായി അവളെ ആ ബാധ അവളെ കുനിച്ചിരുന്നു. അവൾ 18 വർഷം കൂനിയായ ഒരു സ്ത്രീയായി മാറ്റപ്പെട്ടു. മുടങ്ങാതെ അവൾ പള്ളിയിൽ പോകുമായിരുന്നു. അവൾ ചെന്ന ആ ദിവസം ഭാഗ്യവശാൽ കർത്താവും വന്നു. യേശു ആ 18 വർഷത്തെ ബാധയെ നീക്കി അവളെ സുഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ നീ വഹിക്കുന്നത് എത്ര വലുതാണെങ്കിലും, വഹിക്കപ്പെടുന്ന രോഗം എത്ര വലുതാണെങ്കിലും, ഇസ്രായേലിന്റെ പരിശുദ്ധത്തിന് തീയായും അവന്റെ ജാതി പരിശുദ്ധന് ഒരു ജാലയായും നിലകൊണ്ട് അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും വെന്തു പോകുന്ന തിരുവചനം പറയുന്നെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ട് സകലതും കരിച്ചു കളയുവാൻ, നീണ്ട വർഷത്തെ പ്രതികൂലങ്ങളെ, നീണ്ട വർഷത്തെ ശാപങ്ങളെ ഒരു നിമിഷം കൊണ്ട് കരിച്ചു കളയുവാൻ ആത്മാവിന്റെ തീപ്പകൽ ഇറങ്ങിയിട്ടുണ്ട്. തിരുവചനം പറയുന്നു, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം അവന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ആ ദൈവസാന്നിധ്യത്തിന്റെ പുഷ്ടി ഇന്ന് പകൽ ആരാധനയിൽ അനുഭവിക്കപ്പെടുന്ന പുഷ്ടി ചില മുഖങ്ങളെ തകർക്കാനാണ്. സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടും തികഞ്ഞ പ്രത്യാശയോടും ദൈവഭയത്തോടും കൂടെ കടന്നു വരുന്നതാ. ഈ പകൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്ന ആ ഒരു കംഫർട്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്ന ഒരു ആശ്വാസം, അത് വാക്കുകൾക്ക് അതീതമാണ് കർത്താവേ. കർത്താവേ, ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഭവിപ്പാൻ സ്വർഗ്ഗ കൃപ പിതാവേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കടന്നു വന്ന സമയം മുതൽ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുത്തിയല്ലോ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി. അനുഗ്രഹമായ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് പ്രിയ അഭിഷേകത്തിൽ കൂടെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവീയ സന്ദേശം തന്നതിനായി സ്തോത്രം. പാടുവാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്റെ സാന്നിധ്യത്തിന്റെ മഹാത്മത്തെ തിരിച്ചറിയുവാൻ, അത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. തുടർന്നെടുക്കുന്ന ആരാധനയുടെ എല്ലാ ഘടകങ്ങളിലും നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. ബലത്തോടും കൂടെ, ധൈര്യത്തോടും കൂടെ, ആശ്വാസത്തോടും കൂടെ മടങ്ങിപ്പോകുവാൻ ദൈവമിടയാക്കണമേ. ശുശ്രൂഷ നേതൃത്വം വഹിക്കുന്ന അഭിഷേക വൃദ്ധന്മാരെ നീ ബലത്തോടും കൂടെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഭക്തനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നടുവിൽ ശക്തമായി ദൈവം ഈ പകലും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ തന്നെ പേര് നാമത്തിൽ തന്നെ ആമേൻ. സഭ കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പര മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞ് നമുക്ക് ദൈവത്തിനെ താണ്ടിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.